വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്നേഹനിധികളായ പ്രിയ കുടുംബങ്ങൾക്ക് ഏവർക്കും സാദര നമസ്കാരം. അല്പം വൈകിയാണെങ്കിലും ഈ അന്നപൂർണേശ്വരിയുടെ തിരുസന്നിധിയിൽ അല്പസമയം നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. അന്നപൂർണേശ്വരി പാർവതി ദേവി എന്ന ഉദാത്തമായൊരു സങ്കല്പമാണ്. ഒരു ദിവസം വൈകുന്നേരമായപ്പോ, സന്ധ്യയായപ്പോ പാർവതി ദേവി കൈലാസത്തിലേക്ക് മടങ്ങി വന്നു. ശിവൻ ചോദിച്ചു, ഭർത്താവായ പരമേശ്വരൻ ചോദിച്ചു, ഇന്ന് എല്ലാവർക്കും ഫുഡ് കൊടുത്തോ, ഭക്ഷണം കൊടുത്തോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവർക്കും കൊടുത്തു, പൂർണ്ണമായിട്ടും കൊടുക്കുന്നതാണ്. പിറ്റേ ദിവസം ഭഗവാൻ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് ഒരു ചിരട്ടയുടെ ഉള്ളിൽ മൂടി വെച്ചു. പാർവതി ദേവി വന്നപ്പോൾ ചോദിച്ചു, ഇന്നെല്ലാവർക്കും ഫുഡ് കൊടുത്തോ എന്ന് ചോദിച്ചു. എല്ലാവർക്കും കൊടുക്കുന്നു. അപ്പൊ ഒരു കള്ളച്ചിരിയോടുകൂടി ഭഗവാൻ ഈ ചിരട്ടയും കൊണ്ട് മാറ്റി നോക്കുമ്പോ ഒരു അരിമണിയുമായിട്ട് ഉറുമ്പ് പുറത്തേക്ക് ഇടുകയാണ്. ഈ സമയത്ത് ഭഗവാൻ പാർവതി ദേവിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറഞ്ഞു, നീ ലോകത്തിന്റെ മാത്രം അമ്മയല്ല, എന്റേത് കൂടി അമ്മയാണ്. സമസ്ത ലോകത്തിന്റെയും വിശപ്പിനെ മാറ്റുന്ന ദേവിയായ ഭാവത്തിൽ അന്നപൂർണേശ്വരിയായി മാറി. അന്നത്തെ ബ്രഹ്മമായി കാണുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. നമ്മളോട് തിരക്കിനിടയിലൊക്കെ മറന്നുപോകും. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവേ, ബ്രഹ്മാഗ്നോ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവതേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിനാണ്. ഈ മന്ത്രം ചൊല്ലിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുന്നത്. ഇത് ഈശ്വരനാണ്. നിങ്ങൾ സോമാലിയ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവരുടെ കുഞ്ഞുങ്ങളുടെ കോലം കാണാം. അവർക്ക് ഭക്ഷണം കിട്ടുന്നത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ്. എല്ലും തോലുമായി കിടക്കുന്ന മനുഷ്യ കുഞ്ഞുങ്ങളെ നമുക്ക് സോമാലിയ, ഉഗാണ്ട എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളിൽ കാണാം. നമ്മുടെ നാട്ടിൽ ഇന്ന് പട്ടിണിയില്ല. ദാരിദ്ര്യമുള്ളവരുണ്ട്, പക്ഷെ പട്ടിണിയില്ല. കാരണം ഒരു റേഷൻ കാർഡ് ദാരിദ്ര്യക്ക് താഴെ ഉണ്ടെങ്കിൽ 30 കിലോ അരിയുണ്ട്. രാജ്യത്തിന്റെ ഭരണകൂടം ഒരിക്കലും മനുഷ്യനെ പട്ടിണി കിടക്കാൻ അനുവദിക്കുകയില്ല. ഈ റേഷൻ കാർഡും ഇല്ല, ID കാർഡും ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില അയാൾ പട്ടിണി ആയേക്കാം. എന്നാൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും അന്നം ഇങ്ങനെ കാണുന്നു. ഒരിക്കൽ ടാറ്റ എന്ന് പറയുന്ന മഹാത്മാവ് അദ്ദേഹത്തിന് അനുഭവം പറഞ്ഞു. ജപ്പാനിൽ ചെന്നിട്ട് ഒരു ഹോട്ടലിൽ ചെന്നു. അദ്ദേഹം ഭക്ഷണം കഴിച്ചു. കുറച്ച് വേസ്റ്റ് ആയി ഭക്ഷണം. നമ്മൾ ഹോട്ടലിൽ കഴിച്ചാൽ എത്ര ഭക്ഷണം വേസ്റ്റ് ഉണ്ടാവും? ഒരു കല്യാണ വീട്ടിൽ വേസ്റ്റ് ആക്കുന്ന ഭക്ഷണം, ഒരു 1000 പേർക്ക് കഴിക്കേണ്ട ഭക്ഷണം കഴിച്ചാൽ ഒരു 200 പേർക്കുള്ള ഭക്ഷണം വേസ്റ്റ് ആയി. അപ്പൊ അല്പസ്വല്പം ഭക്ഷണം വേസ്റ്റ് ആയപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ ടാറ്റയോട് ചൂടാവുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഭക്ഷണം വേസ്റ്റ് ആക്കിയത്? അപ്പൊ ടാറ്റ പറഞ്ഞു, ഞാൻ എന്റെ പൈസ കൊടുത്ത് കഴിച്ചതല്ലേ, എനിക്ക് വേണ്ടത് കഴിച്ചു, വേണ്ടത് അവിടെ വെച്ചു, അതുകൊണ്ട് താങ്കൾക്ക് എന്താ? നിങ്ങൾ പൈസ കൊടുത്തിട്ടായിരിക്കും കഴിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ രാജ്യത്തിൻ്റെതാണ് ഈ ഭക്ഷണം. ഞങ്ങളുടെ രാജ്യത്തിലെ കർഷകന്മാർ പാടത്ത് പണിയെടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന ഓരോ നെൽമണിയും ഗോതമ്പും. അവരുടെ വിയർപ്പും കഷ്ടപ്പാടും ഒക്കെ ചേർന്നിട്ട് അത് പുട്ടിന്റെ രൂപത്തിൽ, ദോശയുടെ ഇഡ്ഡലിയുടെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം കഴിക്കും. ടാറ്റയ്ക്ക് അത് വലിയൊരു പാഠമായിരുന്നു. പണത്തിൽ അദ്ദേഹം, പണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ പൈസക്കാരനാണ്. ടാറ്റ, ബിർള, അംബാനി, അദാനി എന്നൊക്കെ പറയുന്ന വലിയ പൈസക്കാരാണ്. പിന്നെ ബാസ് എന്ന് പറഞ്ഞാൽ പറയോ, വലിയ പൈസക്കാരനാണ്. അപ്പൊ അങ്ങനെ അന്നപൂർണേശ്വരി എന്നൊരു സങ്കല്പം, അന്നം ബ്രഹ്മമാണ്, അത് ഈശ്വരനാണ് എന്ന ഒരു സങ്കല്പമാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ സവിശേഷത. അങ്ങനെ അന്നപൂർണേശ്വരിയുടെ ഒരു സന്നിധിയിലാണ് നമ്മൾ ഒന്നിച്ചിരിക്കുന്നത്.